വെൽക്കം ടു ടെക്നിക്കൽ എജുസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ 2024 ഏറ്റവും ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്താ PSC ഇന്നിപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രൊഫൈലിൽ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആവുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്യാനുള്ള സിവിലിന്റെ ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം എത്ര വേക്കൻസീസ് ആണ് പോയേക്കുന്നത്, എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ എനിവേ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് നമുക്ക് വരാം. കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് 8/2024 PWD ബാർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 2 സിവിൽ 31 തൊട്ടിട്ട് 66,800 വരെ അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നല്ല വേക്കൻസീസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്ര പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ടെന്ന്, അതുപോലെ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി കഴിഞ്ഞോ ഇല്ലയോ എന്ന് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ 18 to 36 വയസ്സ് വരെയുള്ളവർക്ക് എന്താ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മസ്റ്റ് possess any of the following qualifications എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്സ് അണ്ടർ KGT or equivalent examination ഓർ എ പാസ് ഇൻ 8 സബ്ജക്ട്സ് നെയിംലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെങ്കിൽ ഡിപ്ലോമ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് 2 years കോഴ്സ് ഓഫ് ദി വുമൺ പോളിടെക്നിക്സ് ഓഫ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ അതേ അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെ ഉണ്ടെന്നില്ലായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടില്ലേ, ഇതൊക്കെ ബിടെക് എംടെക്കും എല്ലാം എന്താ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. KGTക്ക് ഇക്വലന്റ് ആണ് ഇത്രയും പോസ്റ്റ്. അപ്പൊ ഇത്രയും ഇത് ബിടെക്കാർക്കും എംടെക്കാർക്കും ഒക്കെ എന്താ അപ്ലൈ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഓക്കെ, പോളിടെക്നിക് ഡിപ്ലോമക്കാർക്കും എന്താ അപ്ലൈ വേണ്ടി പറ്റിയൊരു പോസ്റ്റ് തന്നെയാണ് ഇത്. അപ്പൊ അത്യാവശ്യം നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താ വൺ ടൈം രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ട്. 3/4/2024 വരെ എന്താ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഏപ്രിൽ 3 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് 2 ദിവസത്തിനുള്ള ശേഷം മാത്രം നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആവുന്നുണ്ടാവണം. ഓക്കെ, ആ ഒരു സമയത്ത് നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഡിപ്ലോമ ഉള്ളവർക്കും ബിടെക് ഉള്ളവർക്കും ഒക്കെ ഞാൻ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 12 വേക്കൻസി ആണ് വിളിച്ചിട്ടുണ്ട്. 206/2020 12 വേക്കൻസീസ് ആണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അല്ലെ. അത്യാവശ്യം നല്ലൊരു വേക്കൻസി തന്നെ അതിൽ ഉണ്ടായിരുന്നു. അതിൽ എത്ര വേക്കൻസീസ് പോയിട്ടുണ്ടെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. കണ്ടോ, 206/2020 613 അഡ്വൈസ് ഇന്ത്യ ഇതുവരെ പോയിട്ടുണ്ട്. 12/2/2024 ലാസ്റ്റ് ഡേയ്സ് പോയിട്ടുള്ളത്. 613 അഡ്വൈസസ് ടോട്ടൽ പോയിട്ടുണ്ട്. 532 OC ഓപ്പൺ കാറ്റഗറിയിൽ 532 വരെ, WS 666, ഈഴവ 534, SC സപ്ലിമെന്ററീസിന് 20, ST സപ്ലിമെന്ററീസിന് 16, മുസ്ലിം 582, LC പറയയിൽ 1038 റാങ്ക് വരെ പോയിട്ടുണ്ട്. OBC 617, വേണി 597, SC UC നടാറ് 549, ഹിന്ദു നടാറ് 945, SCCC സപ്ലിമെന്ററീസിന് 7 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ D614, DLV 6, DAHI 8, DL ഡിവേഴ്സിറ്റി 6 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 613 അഡ്വൈസ് നമ്മൾ പോയിട്ടുണ്ടെന്നില്ലായിരുന്നു നമ്മൾ പറഞ്ഞു അവിടെ. അപ്പൊ ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം 27/2/2021 എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് 12-ാം മാസം ഡിസംബർ മാസം തന്നെ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. 28/12/2021 ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പൊ അതിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള എത്രയാണെന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 72.33 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. 72.33 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇന്റർവ്യൂ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ ഇന്റർവ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, കാരണം ഇത് ഒരു ഓവർസീസ് ഗ്രേഡ് കൊണ്ട് ഇന്റർവ്യൂ ഇല്ല. അപ്പൊ നിങ്ങളുടെ ടെസ്റ്റിന്റെ മാർക്കിനെ ബേസ് ആയിട്ടുള്ള മാത്രമാണ്. പിന്നെ വെയിറ്റ് നിന്നുകൊണ്ടെങ്കിൽ അതും കൂടി എന്താ ആഡ് ചെയ്തായിരിക്കും ടോട്ടൽ മാർക്ക് ഉണ്ടാവും. അപ്പൊ ഇതില് 24/5/2022 എന്താ റാങ്ക് ലിസ്റ്റ് വന്നു. 24/5/2022 റാങ്ക് ലിസ്റ്റ് വന്നു. 2025 മെയ് മാസം വരെ എന്താ ഇതിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോ 2025 മെയ് മാസം കഴിഞ്ഞ് അടുത്ത 2025 ജൂണോടുകൂടി എന്താ ഇതിന്റെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോഴേ അത് നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ട 600-ലധികം വേക്കൻസീസ് എന്താ ഇപ്പൊ 600-ലധികം അഡ്വൈസ് ഇപ്പൊ ഓൾറെഡി പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ടോപ്പേഴ്സിന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാല് ഓക്കെ, ഇവിടെ 92 മാർക്ക് ടോപ്പറിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെയിറ്റേജ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് എന്താ ഫസ്റ്റ് റാങ്ക് കിട്ടാണ്ട് പോയത്. ഇതിലെ ടോപ്പറിന് കിട്ടിയ മാർക്ക് 92.67 ആണ് കേട്ടോ. ടോപ്പറിന് കിട്ടിയ മാർക്ക് 92.67 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1000-ലധികം പേര് എന്താ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1000-ലധികം പേര് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1200 സംതിങ് ആൾക്കാർ.
ഓക്കെ. 1216 ആൾക്കാർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബാക്കി സപ്ലിമെന്ററി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോ ഇതില് അടുത്ത മാസം, സോറി, 2025 മെയ് വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ട്. 2025 മെയ് വരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിന്റെ എക്സാം ഡേറ്റ് കഴിഞ്ഞ് ഇന്റർവ്യൂ ഇല്ല. അപ്പൊ എക്സാം ഡേറ്റ് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ 2025 ജൂണിലേക്ക് വേണ്ടിയിട്ടാണ് എന്താ അവർ പുതിയ ലിസ്റ്റിൽ ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ അവർ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം വേക്കൻസീസ് ഉള്ള പോസ്റ്റാണ്. ഇപ്പം തന്നെ ഇതുവരെ എത്ര 613 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ്. ഓക്കെ, താങ്ക് യു.